ശിശുസ്നാനം എന്നത് വചനവിരുദ്ധം. യേശുവിൽ വിശ്വസിച്ച ശേഷമാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. ഒരു കുട്ടിക്ക് തിരിച്ചറിയൽ പ്രായമായ ശേഷം യേശുവിൻ്റെ കുരിശുമരണവും ഉയർപ്പും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിച്ച് രക്ഷകന് ദൈവമെന്ന് വിശ്വാസം പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച് സ്നാനം സ്വീകരിക്കണം. ബൈബിൾ മർക്കോസ് 16:15-16 വരെ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ബൈബിൾ മത്തായി 28:18-19. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ആമേൻ, ആമേൻ.